കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി കെ.എസ്.ആർ.ടി.സി സർവീസ് തുടങ്ങിയത്. എന്നാൽ ശനിയാഴ്ച ബസ് എത്തിയില്ല. വെള്ളിയാഴ്ച നടന്നത് ട്രയൽ റൺ എന്നായിരുന്നു കെ.എസ്.ആർ.ടി.സിയുടെ വിശദീകരണം. എന്നാൽ വനം വകുപ്പിന്റെ തടസ്സവാദമാണ് ബസ് എത്താത്തതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഉന്നതി നിവാസികൾ രംഗത്ത് വന്നു. വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഉന്നതിയിലേക്ക് വീണ്ടും ബസ് സർവീസ് പുനരാരംഭിച്ചത്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലേക്ക് വീണ്ടും കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് ആരംഭിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അടിമാലിയിൽ നിന്നും കെ.എസ്.ആർ.ടി.സിയുടെ സർവീസ് കുറത്തിക്കുടി ഉന്നതിയിലേക്ക് പുറപ്പെട്ടു. കുറത്തിയിലെത്തിയ ശേഷം അന്ന് തന്നെ ബസ് തിരികെ അടിമാലിക്ക് വരും വിധമാണ് ആദ്യ ബസ് സർവീസിന് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഉന്നതിയിലേക്ക് ആദ്യമായി ഒരു കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് നടത്തിയത്. എന്നാൽ ശനിയാഴ്ച ബസ് എത്തിയില്ല. വെള്ളിയാഴ്ച നടന്നത് ട്രയൽ റൺ എന്നായിരുന്നു കെ.എസ്.ആർ.ടി.സിയുടെ വിശദീകരണം. എന്നാൽ വനംവകുപ്പിന്റെ തടസ്സവാദമാണ് ബസ് എത്താത്തതിന് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി ഉന്നതി നിവാസികൾ രംഗത്തെത്തി. വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് ഉന്നതിയിലേക്ക് വീണ്ടും കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് പുനരാരംഭിച്ചത്. നിവാസികളുടെ ആവശ്യമാണ് അവിടത്തേക്കൊരു ബസ് സർവീസ് നടത്തുക എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ.എസ്.ആർ.ടി.സി ട്രയൽ റൺ നടത്തി. അതിനെ തുടർന്ന് ഇന്നു മുതൽ ഉച്ചയ്ക്ക് 2 മണിക്കുള്ള സർവീസ് പുറത്തു വരെ പോകുന്നതിന് ഇപ്പോൾ കെ.എസ്.ആർ.ടി.സി ഉത്തരവാക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും പോകണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുതുവാൻ സമുദായക്കാരായ നിരവധി കുടുംബങ്ങൾ കുറത്തിക്കുടിയിൽ താമസിച്ചു വരുന്നുണ്ട്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമെങ്കിലും മാങ്കുളം ടൗണുമായിട്ടാണ് കുറത്തിക്കുടിയിലെ കുടുംബങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ബന്ധപ്പെടുന്നത്. മുമ്പ് കുറത്തിക്കുടി ഉന്നതിയിലേക്ക് യാത്രായോഗ്യമായ റോഡ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെരുമുകുത്ത് മുതൽ ആദിവാസി ഉന്നതിയുടെ തൊട്ടരികിൽ വരെ ഇപ്പോൾ യാത്രായോഗ്യമായ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ഇതോടെയാണ് കുറത്തിക്കുടിയിലേക്കും കെ.എസ്.ആർ.ടി.സി ബസ് സർവീസ് സാധ്യമായത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.